നമ്മളെല്ലാം വിചാരിക്കുന്നതാണ് 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കുകയാണ്, 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയില്ലായിരുന്നെങ്കിൽ ഇന്ത്യ എങ്ങനെ ആയിത്തീരുമായിരുന്നു? 100% ഉറപ്പ് ഇന്ത്യ ഒരു ബ്രിട്ടീഷ് കോളനി ആയിത്തീരുമായിരുന്നു. ബ്രിട്ടീഷുകാർ ഒരുപക്ഷെ ഈ ഇന്ത്യ ഭരിച്ചുകൊണ്ട് ഇന്ത്യയുടെ വികസനങ്ങളിലും ഇംഗ്ലീഷ് രാഷ്ട്രഭാഷയാക്കി, ഇംഗ്ലീഷിൻ്റെ ആധിപത്യം കൂട്ടി, ഇംഗ്ലീഷുകാരുടെ നാടാക്കി ഒരു പ്രത്യേകതരം ഇതായി ഇന്ത്യ മാറിയേനെ. 1947 ശേഷം ഇന്ത്യയിൽ വന്ന മാറ്റങ്ങളും അതിന് സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഇന്ത്യയും സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ഇന്ത്യയും തമ്മിൽ രണ്ട് വ്യത്യാസങ്ങളുണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട കാര്യം, ഒരുപക്ഷെ 1947 ഈ നമ്മുടെ സ്വാതന്ത്ര്യ സമര ആൾക്കാർ നമുക്ക് സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിച്ചില്ലായിരുന്നെങ്കിൽ 100% ഇന്ത്യ ഒരു ബ്രിട്ടീഷ് കോളനിയായി മാറുന്നു. പക്ഷേ ബ്രിട്ടീഷ് കോളനി ആയി കഴിയുമ്പോൾ സംഭവിക്കുന്നത്, ബ്രിട്ടീഷുകാരുടെ ആധിപത്യം ഇന്ത്യയിൽ ഒരുപാട് ഉണ്ടാകുമായിരുന്നു. സാധാരണ അത് ഒരുപക്ഷെങ്കിൽ ഇന്ന് ഇംഗ്ലണ്ട് എങ്ങനായിരുന്നോ, ഒരുപക്ഷെ ഇന്ന് അമേരിക്കയിൽ എങ്ങനായിരുന്നോ അതേ ഒരു സിസ്റ്റം ഒരുപക്ഷെ ഇന്ത്യയിലും വന്നേനെ. പക്ഷേ ഇന്ത്യ ഇൻഡിപെൻഡൻ്റായിട്ട് നിൽക്കാൻ കഴിയുന്ന, ഇന്ത്യ ലോകത്തിലെ തന്നെ ഒന്നാമത്തെ ശക്തിയാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യം എന്ന് പറയുന്ന ഉണ്ടാകാതെ ഒരുപക്ഷെ ഈ കൊളോണിയലിസത്തിൻ്റെ അല്ലെങ്കിൽ ഒരു UK അല്ലെങ്കിൽ ഒരു ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ഒരു ചെറിയൊരു ഫലകം മാത്രമായി തീരുമായിരുന്ന ഇന്ത്യ 1947 ശേഷം ഇന്ത്യ എന്ന സ്വയം പ്രഖ്യാപിത രാഷ്ട്രമാകാൻ കഴിഞ്ഞതാണ് ഇന്ത്യക്ക് ഏറ്റവും വലിയ മുതൽക്കൂട്ടായത്.